السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال فرعون يا أيها الملأ ما علمت لكم من إله غيري فأوقد لي يا هامان على الطين فاجعل لي صرحا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين. صدق الله مولانا العظيم. إن الله أوحى إلي أن تواضعوا حتى لا يفخر أحد على أحد. صدق رسول الله. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞയാഴ്ച മുതൽ ഒരു പുതിയ വിഷയം സംസാരിച്ച് നമ്മൾ തുടക്കം കുറിച്ചു. കിബിർ അഥവാ അഹങ്കാരം അത് എന്താണെന്നും അതുണ്ടാക്കുന്ന ബൗദ്ധികവും ആത്മീയവുമായ നാശനഷ്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നും കഴിഞ്ഞയാഴ്ച സംസാരത്തിൽ വിശദീകരിക്കുകയും നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈമാനിൻ്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തടസ്സമാകുന്ന അള്ളാഹുവിൻ്റെ കോപത്തിനും നരകപ്രവേശനത്തിനും വഴി ഒരുക്കുന്ന ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാൻ കാരണമാകുന്ന അത്യന്തം നീചമായ ദുസ്വഭാവമാണ് അഹങ്കാരം. അതുകൊണ്ടുതന്നെ ഏതൊരാൾക്കും നന്നാകണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ അഹങ്കാരത്തെ, കിബിറിനെ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിയുക തന്നെ വേണം, വേരോടെ പറിച്ചു മാറ്റുക തന്നെ വേണം. അവർക്കേ വിജയവും രക്ഷയും തീർച്ചയായിട്ടും ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് കിബിറിനെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതെന്താണെന്നും ഏതാണെന്നും എങ്ങനെയൊക്കെ ഒരാൾ അഹങ്കാരിയാകുമെന്നും
അഹങ്കാരിയായ ആൾക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താണെന്നും അതിനുള്ള മറുമരുന്നെന്താണെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി രക്ഷപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട വലിയ തെമ്മാടിയും കൊടും ക്രൂരനുമായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അയാൾ ഒരു വലിയ തെമ്മാടിയും കൊടും ക്രൂരനുമായി അധപതിക്കാൻ കാരണം അയാളുടെ കിബിറായിരുന്നു, അഹങ്കാരമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. സൂറത്തുൽ ഖസസിന്റെ 38 മുതൽ 42 വരെയുള്ള ആയത്തുകൾ അവന്റെ അഹങ്കാരവും അതുവഴി അവൻ ധിക്കാരിയായി മാറിയതും തൽഫലമായി അവന്റെ പതനം സംഭവിച്ചതുമായ വാർത്തകളാണ് അള്ളാഹു ഖുർആനിൽ വരച്ചു കാട്ടുന്നത്. അയാൾ ഈഗോള്ള ആളായി, അതിൻ്റെ പിറകിൽ അയാൾ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും ക്രൂരതകളും, അവസാനം അയാളുടെ അന്ത്യം എങ്ങനെ സംഭവിച്ചു, അയാളെപ്പോലെയാകുന്ന ആളുകളുടെ അന്ത്യം എങ്ങനെയായിരിക്കും എന്ന് ഖുർആനിൽ അള്ളാഹു കൃത്യമായി വരച്ചു കാട്ടുകയാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി فأوقد لي يا هامان على الطين فاجعل لي صرحا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين. ഖസസ് 38. ഖസസ് എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളാണ്. നബിമാരുടെ, അവരെ അംഗീകരിച്ച സത്യവിശ്വാസികളുടെ, അവരുടെ ഓപ്പോസിറ്റ് നിന്ന ശത്രുക്കളുടെ, ആ ശത്രുക്കളുടെ ക്രൂരതകളും അക്രമങ്ങളും ദുസ്വഭാവങ്ങളും ഇതൊക്കെ പറഞ്ഞു തരാണ്. എന്തിന്? മരിച്ചോടത്ത് ഓതാൻ മാത്രമല്ല, അത് ഓതണം. നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. വഖാല ഫിർഔൻ, ഇസ്രായേലി സമൂഹത്തെ അടക്കി ഭരിച്ച, ലോകം കണ്ട വലിയ ഭീകരനും വർഗീയവാദിയുമായിരുന്ന ഫിർഔന്റെ അനുയായി ഖാറൂൻ. ഇവരൊക്കെ ഒരു ബെൽറ്റായിരുന്നു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഓപ്പോസിറ്റിലുള്ള. ഖാറൂനും ഫിർഔനും ഒക്കെ, ഇവിടെ ഫിർഔനെ കുറിച്ചാ പറയുന്നത്. വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഅ, അല്ലയോ പ്രമാണിമാരെ, നാട്ടിലെ പ്രമാണിമാരെ. ഫറോ പറയാൻ, അല്ലയോ പ്രമാണിമാരെ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ആരാധ്യൻ റബ്ബ് നിങ്ങൾക്കുള്ള വാർത്ത ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഫറോ പറയാണ്, അല്ലയോ നാട്ടിലെ പ്രമാണിമാരെ, എൻ്റെ പ്രജകളിലെ കേമന്മാരെ, ഞാനല്ലാത്ത ഒരു ആരാധ്യൻ ഇലാഹ് നിങ്ങൾക്കുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിയാത്തൊരു പടച്ചോനോ? ആഹാ, നീ അങ്ങനെ ഉണ്ടെങ്കിൽ ഫഔഖിദ് ലീ യാ ഹാമാനു അലാ ത്വീൻ, കളിമണ്ണ് ചുട്ടെടുത്ത് ഇഷ്ടികയുണ്ടാക്കിയിട്ട് ഒരു ഉയർന്ന ഗോപുരം പണിതു തരൂ ഹാമാനെ. ഹാമാൻ എന്ന് പറഞ്ഞത് ഫറോവയുടെ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയും ഫിറൗന് ഇഷ്ടപ്പെട്ട മാനസപുത്രനായ മന്ത്രിയുമാണ്
ഹാമാനെ ഒരു ഉയർന്ന ഗോപുരം പണിതു തരൂ. എന്തിന്? ഫജ്അല്ലി സർഹ, കളിമണ്ണ് കുഴച്ച് വേവിച്ചിട്ട് ചുട്ടെടുത്ത് ഇഷ്ടിക ഉണ്ടാക്കി അതുകൊണ്ടൊരു ഉയർന്ന സൗധമുണ്ടാക്കൂ. എന്തിന്? ലഅല്ലി അത്വലിഉ ഇലാ ഇലാഹി മൂസ, ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഈ മൂസായുടെ ഇലാഹിനെ ആരാധ്യനായ റബ്ബായ അള്ളാഹു ഉണ്ടോ എന്നെത്തി നോക്കട്ടെ. ഞാനത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവൻ പറഞ്ഞ പോലെ അള്ളാഹ് അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വ ഇന്നീ ലഅളുന്നുഹു മിനൽ കാദിബീൻ, അവൻ കളവ് പറയാണ് എന്നതാണ് എൻ്റെ ധാരണ. ഫിറോന് പറയാണ് മൂസ നുണ പറയാന്നുള്ളതാണ് എൻ്റെ ഭാവന. അതാണ് ഈ ചങ്ങാതി അന റബ്ബുക്കുമുൽ അഅല, ഇനി അള്ളാന്ന് പറഞ്ഞൊരു പടച്ചോ ഉണ്ടായിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല, ആ അള്ളാന്ന് പറഞ്ഞ റബ്ബിൻ്റെ മീതുള്ള റബ്ബ് ഞാനാണ് എന്ന് വാദിച്ചതും പരിശുദ്ധ ഖുർആനിൽ കാണാം. അന റബ്ബുക്കുമുൽ അഅല, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്. ഇയാൾ സത്യത്തിൽ എന്താ വാദിച്ചത്? ഈ ആകാശഭൂമികളെ, അല്ലയോ മാനവകുലമേ നിങ്ങളെയൊക്കെ പടച്ചവനാണ് ഞാൻ എന്നാണോ അയാൾ വാദിച്ചത്? ഒരിക്കലും അല്ല. അത് പറയാൻ മാത്രം മണ്ടനായിരുന്നില്ല ഫിറഔൻ. ഈ പ്രപഞ്ചത്തെ നിങ്ങളെ പടച്ച ഖാലിഖാണ്, പടച്ചവനാണ് ഞാൻ എന്ന വാദം വാസ്തവത്തിൽ അയാൾ ഉന്നയിച്ചിട്ടില്ല. അത് പറയാൻ മാത്രം ബുദ്ധിശൂന്യനായിരുന്നില്ല ഫറോവൻ. ഇനി അയാൾ അങ്ങനെ മണ്ടത്തരം പറഞ്ഞാൽ തന്നെ ഇച്ചിരി ബുദ്ധിയുള്ള മനുഷ്യന്മാരത് അംഗീകരിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് മുമ്പേ ഈ ലോകമുണ്ടല്ലോ, അയാൾക്ക് മുമ്പേ മനുഷ്യന്മാരുണ്ടല്ലോ. അതുകൊണ്ട് പടച്ചവൻ ഞാനാണെന്നല്ല അയാൾ വാദിച്ചത്. പിന്നെന്താ വാദിച്ചത്? ഇന്ന് ഈ രാജ്യത്തിൻ്റെ, ഈ നാടിൻ്റെ, നിങ്ങളുടെ അധികാരിയും സംരക്ഷകനും ഞാൻ മാത്രമാകുന്നു. ഇന്ന് നിങ്ങളുടെ നാടിൻ്റെയും നിങ്ങളുടെയും അധികാരിയും സംരക്ഷകനും ഞാൻ മാത്രമാകുന്നു. അതുകൊണ്ടു തന്നെ ഇന്ന് വണക്കത്തിനും അനുസരണയ്ക്കും അർഹനായ തമ്പുരാൻ ഞാൻ മാത്രമാണ്. ഇന്നെന്നെയാണ് വണങ്ങേണ്ടത്, ഇന്നെന്നെയാണ് അനുസരിക്കേണ്ടത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ദൈവദൂതനായ മൂസ വരേണ്ടതില്ല. മൂസ പരിചയപ്പെടുത്തുന്ന ഒരു അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മൂസ ജൽപ്പിച്ചാൽ ആരെങ്കിലും ആ വഴിക്ക് പോയാൽ ഞാനത് അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. ഞാൻ പടച്ചോനാന്നല്ല പറഞ്ഞു, ഇന്ന് ഞാനാ അധികാരി, ഇന്ന് നിങ്ങളുടെ സംരക്ഷകൻ ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഴിപ്പെടണം, അനുസരിക്കണം. ഇതായിരുന്നു അയാളുടെ വാദം. തുടർന്ന് പറഞ്ഞ രണ്ടാമത്തെ പാർട്ട്, കാലടിയിൽ കാണുന്നത് പോലെ ഒരു സ്തൂപം, അല്ലെങ്കിൽ ദുബായിലെ ബുർജ് ഖലീഫ പോലത്തെ ഒരു ഗോപുരം, ഇതുണ്ടാക്കിയിട്ട് മുകളിൽ കയറി ഞാൻ ഈ മൂസാന്റെ പടച്ചോനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആ വാക്ക് മുഫസ്സിറുകളിൽ ഒരു വിഭാഗം പറയുന്നു ഇത് മൂസ അലൈഹിസ്സലാമിനെ പരിഹസിക്കാനും തൗഹീദിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും അവൻ പ്രയോഗിച്ചൊരു പരിഹാസ വാക്കാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ ഈ പറയും പോലെ ഒരു അള്ളാഹ് ഇരിപ്പുണ്ടെങ്കിൽ നോക്കട്ടെ, അവൻ ഇന്നീല അദുന്നുഹു മിനൽ കാദിബിൻ, നുണ പറയാന്ന എൻ്റെ വിചാരം. അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് പരിഹാസായിരുന്നു. എന്നാൽ മുഫസ്സിറുകളിൽ മറ്റൊരു വിഭാഗം, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഇയാളത് പണിയുകയും മുകളിൽ കയറി നോക്കുകയും ചെയ്തു. ഇമാം റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഹാമാനെ വിളിച്ച് ഫറോവ ഉത്തരവിട്ടു. ഫിർഔൻ പറഞ്ഞു, ഇന്ന് വരെ ലോകത്താരും പണിയാത്ത അത്രയും ഉയരമുള്ള ഒരു ഗോപുരം പണിയൂ. ഹാമാൻ എന്ന പ്രിയപ്പെട്ട മന്ത്രി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ആശാരിമാരെ, പടവ് പണിക്കാരെ വിളിച്ചു വരുത്തി. 50,000 മെയിൻ പണിക്കാര്, ആശാന്മാര്. ഓരോ മെയിൻ പണിക്കാർക്കും ഹെൽപ്പർമാരായിട്ട് വേറെ കുറെ ആൾക്കാര്. അങ്ങനെ ലക്ഷങ്ങൾ അണിനിരന്നു ഒരു ഉയർന്ന ഗോപുരം ഉണ്ടാക്കാൻ. 50,000 മെയിൻ
ആശാന്മാരുണ്ടായിരുന്നു, അവർക്ക് കീഴിൽ ഹെൽപ്പർമാര്, സഹായികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പാറക്കല്ലുകൊണ്ടും ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടും ഒരു ഉയർന്ന ഗോപുരം, ലോകത്തതുവരെ ആരും പണിയാത്ത ഒരു ഗോപുരമുണ്ടാക്കി. അതിൻ്റെ പണി തീർന്നപ്പോൾ ഇർതഖാ ഫിർഔനു ഫൗഖഹു, അതിൻ്റെ ഉച്ചിയിലേക്ക് ഫറോവ കയറി. മുകളിൽ കയറിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പൊ അവൻ കയ്യിൽ അമ്പും വില്ലും കരുതിയിരുന്നു. ഇനി അള്ളാനെ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് അമ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട്. ഒന്നും കാണാതെ ആയപ്പോൾ അതിൻ്റെ മുകളിൽ കയറി വീണ്ടും ആകാശത്തേക്ക് അയാൾ ആഞ്ഞു വലിച്ചമ്പ് ചെയ്തു. എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കൊള്ളട്ടെ നൽകി. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണി എന്താണ്? അവൻ എയ്ത അമ്പിൻ്റെ മുനഭാഗത്ത് രക്തം പുരണ്ട വിധത്തിൽ അള്ളാഹു ആ അമ്പിനെ തിരിച്ചയച്ചു. അള്ളാഹ്ക്ക് അതിന് കഴിയുമല്ലോ. ഇയാള് വിട്ട അമ്പ് ഭൂമിയിലേക്ക് താഴേക്ക് പതിച്ച് അയാൾ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അമ്പിന്റെ മൂർച്ചയുള്ള ഭാഗത്ത് മുഴുവൻ രക്തം. അത് കണ്ടവൻ പറഞ്ഞു, ഇന്നി ഖദ് ഖതൽതു ഇലാഹ മൂസ, മൂസായുടെ ഇലാഹിനെ ഞാൻ കൊന്നിരിക്കുന്നു, ഇനി നിങ്ങൾ പേടിക്കണ്ട. ഫബഅസല്ലാഹു ജിബ്രീല അലൈഹിസ്സലാം ലിഹദ്മിഹി, അപ്പോൾ തന്നെ അല്ലാഹു ജിബ്രീൽ മലക്കിനെ പറഞ്ഞയച്ചു ആ ഗോപുരം തകർക്കാൻ വേണ്ടി. അന്നത്തെ ദിവസത്തിന്റെ സൂര്യാസ്തമാന സമയമായപ്പോ, നമ്മുടെ മഗ്രിബ് വാങ്കിന്റെ സമയമായപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്ന് 2 ചിറകുകൾ കൊണ്ട് ആ ഗോപുരത്തെ ഒരൊറ്റയടി. ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശ്വരൂപം കണ്ട് മുത്ത് നബി പോലും പേടിച്ചു. ആ ചിറകും അതിന്റെ വലുപ്പൊക്കെ കണ്ട് 2 ചിറകുകൾ കൊണ്ട് ആ ഗോപുരത്തെ ഒരു പ്രഹരം, അത് പീസ് പീസായി നിലംപതിക്കുകയും ഫിറൗന്റെ പട്ടാളക്കാരും പണിക്കാരുമായ ആളുകളിൽ നിന്ന് 10,000 ആളുകൾ ആ കെട്ടിടം തകർന്നതിനടിയിൽപ്പെട്ട് മരിച്ചുപോയി, ചത്തുപോയി എന്നും ഇമാം റാസി രേഖപ്പെടുത്തിയതായിട്ട് കാണാം. എന്താവട്ടെ, ഇയാൾ ഞാൻ ഇലാഹാണെന്നും നിങ്ങളുടെ ഏറ്റവും ഉയർന്ന റബ്ബാണെന്നും എല്ലാം വാദിക്കാനുണ്ടായ കാരണമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. വസ്തക്ബറ ഹുവ വജുനൂദുഹു ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വളന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫിറൗൻ കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല. ഇന്ന് മൂവാറ്റുപുഴയില് ചന്തയിൽ ഫിറൗൻ ഉണ്ടാവും, ലോകത്തെല്ലായിടത്തും ഫിറൗൻ ഉണ്ടാവും. അയാൾ ഇതൊക്കെ കാട്ടിക്കൂടാ. അയാൾക്ക് അത്ര വലിയ അധികാരം കിട്ടിയാൽ മാത്രം കാട്ടി, ചെറിയ അധികാരം കിട്ടിയ എത്ര കാട്ടും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അത്ര കാട്ടും, മുനിസിപ്പൽ ചെയർമാൻ അത്ര കാട്ടും, മന്ത്രി ആയാലും അത്ര കാട്ടും. അത് ആ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന്റെ അളവ് നോക്കിയിട്ടല്ല, ഉള്ള പരിധിയിൽ എത്ര ദ്രോഹം ചെയ്യാൻ പറ്റും. ഇതാണ് ഫിറൗൻ. വസ്തക്ബറ ഹുവ വജുനൂദുഹു ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, നാട്ടിൽ അന്യായമായി അയാളും അയാളുടെ സൈന്യവും അഹങ്കാരം നടിച്ചു. അന്യായമായി നാട്ടിൽ ഗർവ് നടിച്ചു, ഈഗോ കാണിച്ചു അയാളും അയാളുടെ പട്ടാളവും. വളന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ, അവർ തെറ്റിദ്ധരിച്ചു പോയി നമ്മുടെ സമക്ഷത്തിലേക്ക് അവർ മടങ്ങി വരില്ലെന്ന്. ജീവൻ പോയാൽ എൻ്റെ മുന്നിലേക്ക് വരില്ല എന്നവർ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ സംഭവിച്ചതെന്താ? അടുത്ത ആയത്തില് ഫഅഖദ്നാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യമ്മി ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. അവനിങ്ങനെ ധിക്കാരം നടിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി, ജനങ്ങളെ ശിഥിലമാക്കി, ഭിന്നിപ്പിച്ച് ഭരിച്ച്, ന്യൂനപക്ഷത്തെ അടിച്ചമർത്ത്, പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ അറുകല ചെയ്ത് താന്തോന്നിയായി അഹങ്കാരിയായി ഭരണം നടത്തിയപ്പോൾ
ഫഅഖദ്നാഹു വജുനൂദഹു, അവനെയും അവന്റെ സൈന്യത്തെയും നാം പിടികൂടി. എന്നിട്ടോ ഫനബദ്നാഹും ഫിൽ യമ്മി, അവരെ നാം സമുദ്രത്തിൽ എറിഞ്ഞു കൊന്നു. അതേ ചെങ്കടലിന്റെ ആഴങ്ങളിൽ മുക്കിക്കൊന്നു. എന്നിട്ട് അല്ലാഹു പറയാൻ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, അക്രമികളുടെ അന്ത്യം എങ്ങനെയെന്ന് നിങ്ങളൊന്ന് നോക്ക്. അക്രമികളുടെ അന്ത്യം എങ്ങനെയെന്ന് നിങ്ങൾ നോക്ക്. ലോകം കണ്ട ഈ ഫറോവയ്ക്ക് ശേഷം ലോകം കണ്ട ഫിറൗനുമാരായ ഹിറ്റ്ലർ, മുസോളിനി പോലത്തെ ധിക്കാരികൾ എങ്ങനെ അവർ ചത്തത്? ആത്മഹത്യ ചെയ്തവരുണ്ടായിരുന്നു. ലോകം മൊത്തം ലോകത്താൽ വെറുക്കപ്പെട്ട് പട്ടിചാകും പോലെ ചത്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലേ? ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, അഹങ്കാരം കാരണം അക്രമം കാട്ടി ജീവിച്ച മനുഷ്യന്മാരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കുവീൻ. തുടർന്ന് ഇത്തരക്കാർക്ക് കിട്ടുന്ന ഇരട്ടപ്രഹരമാണ് അടുത്ത ആയത്തിൽ അവസാനം പറയുന്നത്. വഅത്ബഅനാഹും ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ ലഅന വയൗമൽ ഖിയാമത്തി ഹും മിനൽ മഖ്ബൂഹീൻ. ഈ അഹങ്കാരമുള്ള ആളുകൾ, അക്രമം കാട്ടി നടക്കുന്ന ആളുകൾ, അവർക്ക് നാം പിന്തുടർത്തും, അവരെ പിറകിൽ ഞാൻ വിടും. ലഅനത്തൻ, ശാപം. അവരെ പിന്നാലെ അള്ളാന്റെ അനുഗ്രഹമോ തിരുനോട്ടവോ ബറക്കത്തൊന്നും അല്ല ഉണ്ടാവുക. വഅത്ബഅനാഹും ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ ലഅന, ഈ ലോക ജീവിതത്തിൽ അവരെ പിറകെ നാം വിടുന്നത്, തുടർത്തി വിടുന്നത് ലഅനത്തൻ, ശാപമായിരിക്കും. പടച്ചോൻ ശപിക്കും, മലക്കുകൾ ശപിക്കും, ജനങ്ങൾ ശപിക്കും. അവരെ ജീവിതകാലത്ത് തന്നെ ആ ശാപം ഏറ്റുവാങ്ങിയിട്ടാ അവർ ചത്തുപോകുന്നേ. അവർ ചത്തുപോയതിന്റെ പിറകെയോ വീണ്ടും ലഅനത്തിനെ തുടർത്താൻ. ഇന്നും ഫറോവയുടെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ബോധമുള്ള വിശ്വാസി പറയുന്നു, അള്ളാന്റെ ശാപം അവന്റെ മേലിരിക്കട്ടെ. വയൗമൽ ഖിയാമത്തി ഹും മിനൽ മഖ്ബൂഹീൻ, അന്ത്യനാളിൽ നിന്ദ്യരായ, വഷളാക്കപ്പെട്ട, നാണം കെടുത്തപ്പെട്ട വിഭാഗത്തോടൊപ്പം അവർ നരകത്തിലേക്ക് പോകുന്നവരാണ്. നോക്കൂ നിങ്ങൾ, എത്ര അപകടം അത്. ഇത്ര നേരം പറഞ്ഞത് അധികാരത്തിൻ്റെ പവറ് കാട്ടി അഹങ്കരിച്ച ഫിർഔന്റെയും കൂട്ടാളികളുടെയും ചരിത്രവും പതനവുമാണ് ഇത്ര നേരം ഖുർആനിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്ത് പറഞ്ഞത്. ഏത്? അധികാരത്തിൻ്റെ പവറിൽ അഹങ്കരിച്ച ആൾക്കാർ. ഇനി പണത്തിൻ്റെ പവറിൽ അഹങ്കാരം നടിച്ച് കുഴപ്പമുണ്ടാക്കിയ മറ്റൊരു ദുഷ്ടന്റെ ചരിത്രമാണ് തുടർന്ന് പറയുന്നത്. ഈ ചരിത്രവും സൂറ ഖസസിൽ 76 മുതൽ 81 വരെയുള്ള ആയത്തുകളിൽ. ഏത്? പണം കൊണ്ട് അഹങ്കരിച്ച മറ്റൊരു ദുഷ്ടൻ, അതാണ് ഖാറൂൻ ലഅനത്തുള്ള ഖാറൂൻ. അതാരാ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം, പരിശുദ്ധ ഖുർആൻ അങ്ങനെ തുടങ്ങുന്നത്. ഖസസിന്റെ 76 തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇന്ന ഖാറൂന, തീർച്ചയായിട്ടും ഖാറൂൻ എന്ന മനുഷ്യൻ, കാന മിൻ ഖൗമി മൂസ, മൂസായുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു, ഇസ്രായേലിൽപ്പെട്ട ആളായിരുന്നു. അന്ന് ഈജിപ്തിൽ 2 വിഭാഗം ഉള്ളത്. ഒന്ന് ന്യൂനപക്ഷമായ ഇസ്രായേലിയർ, മറ്റേത് ഭൂരിപക്ഷമായ ഖിബ്തികൾ. ഇങ്ങനെ 2 ടീമാണ് അന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. ന്യൂനപക്ഷം ഇസ്രായേലിയര്, യാക്കൂബ് നബിയുടെ മക്കള്. ഭൂരിപക്ഷോ ഖിബ്തികള്. ഖിബ്തികളുടെ രാജാവാണ് ഫിറഔൻ. എന്നിട്ട് ഈ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തി ഭരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ, ആര്? ഖാറൂൻ, അയാള് കൂറുമാറി, ന്യൂനപക്ഷത്തിൽ നിന്ന് കൂറി മാറി ഭൂരിപക്ഷം ഭരിക്കുന്ന ഫിറൗന്റെ പാർട്ടിയിൽ ചേർന്നു. ഇന്നിപ്പത് നടക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷത്തെ ഒറ്റ കൊടുക്കണ പണി ചിലരിന്ന് ഇപ്പം ഇതേ പണി എടുക്കുന്നുണ്ട്. ഖാറൂൻ എന്ത് ചെയ്തു?
തൻ്റെ സമുദായമായ ഇസ്രായേലി മക്കളെ വഞ്ചിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതക്കൊപ്പം ചേർന്ന് കിബുത്തികൾക്കൊപ്പം ഫറോവയ്ക്കൊപ്പം ചേർന്നു അയാൾ. ഇയാളുടെ ചരിത്രം ബൈബിളും പറയുന്നുണ്ട്. ഗോര എന്ന പേരിലാണ് ഇയാളുടെ ചരിത്രം ബൈബിൾ വിശദീകരിക്കുന്നത്. എന്നിട്ടോ ഖാറൂൻ എന്ന മനുഷ്യൻ ധിക്കാരിയായി അയാളുടെ അഹങ്കാരം മൂത്ത് ഇസ്രായേലി മക്കളുടെ മേലിൽ ഗർവ് കാണിച്ചു, ധിക്കാരം കാണിച്ചു. ഖാറൂന് പറ്റിയ കുഴപ്പം എന്തേന്നു? ബഗ്യ്, അതിക്രമം. അഹങ്കാരത്തിൽ നിന്ന് വരുന്ന അതിക്രമത്തിന്റെ പേരാണ് ബഗ്യ്. ഈഗോ തളച്ചു പൊങ്ങിയിട്ട് അയാൾ ഇസ്രായേലി മക്കളുടെ മേലിൽ അക്രമം കാണിച്ചു. എന്തുകൊണ്ടാണ് ഇയാള് അഹങ്കാരിയായത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അയാളുടെ സ്വത്തിന്റെ ആധിക്യം, അതിസമ്പന്നനായി അയാൾ മാറി. അതിന് ഖുർആൻ പറഞ്ഞ അയാളെ സമ്പത്തിന്റെ എത്രമാത്രം സമ്പത്തുണ്ട് എന്ന് പറഞ്ഞു തരാൻ ഖുർആൻ പറഞ്ഞത് അയാളുടെ ഖജനാവുകളുടെ ചാവി വഹിക്കാൻ ഒരു ശക്തരായ സംഘം ആവശ്യമുള്ള അത്രക്കുണ്ട്. ജൂതന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഖജനാവുകളുടെ ചാവി വഹിക്കാൻ മാത്രം 300 കോവർ കഴുതകൾ ഉണ്ടായിരുന്നു. ജൂതന്മാരുടെ രേഖകളിൽ ഒന്നാലോചിച്ച് നോക്ക്. 300 കോവർ കഴുതപ്പുറത്ത് സ്വർണം വെള്ളിയല്ല, ഇത് സൂക്ഷിച്ച ഖജനാവുകളുടെ ചാവി വഹിക്കാൻ 300 കോവർ കഴുതകൾ. ഇത്രമാത്രം സമ്പത്തുണ്ടായി. സ്വാഭാവികമാണ്, മനുഷ്യനാണ്, മനുഷ്യ മനസ്സാണ്. ഇയാൾ അതിലൊന്ന് നിഗളിച്ചു, ഒന്ന് മതി മറന്ന് സന്തോഷിച്ചു. അത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പോ തുടക്കത്തിൽ അത്ര ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് നിഗളിപ്പോടെ ഒന്ന് മതി മറന്ന് സന്തോഷിച്ചപ്പോ ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഇസ്രായേലി മക്കളിലെ സജ്ജനങ്ങളായ ആളുകൾ ഖാറൂനിന്റെ സമുദായത്തിൽപ്പെട്ട നല്ല മനുഷ്യന്മാര് പറഞ്ഞു, ഖാറൂനെ ലാ തഫറഹ്, മതിമറന്ന് സന്തോഷിക്കല്ലേ. നിനക്കിഷ്ടം പോലെ സ്വത്ത് വകകളുണ്ട്, ശരി, ഇതെന്റെ റബ്ബ് തന്നതാണെന്ന് തിരിച്ചറിയൂ. അത് തിരിച്ചറിയുന്നതിനു പകരം നിഗളിപ്പോടെ മതിമറന്ന് സന്തോഷിക്കേണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അങ്ങനെ മതിമറന്ന് സന്തോഷിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല കേട്ടോ, അല്ലാഹ് വെറുക്കുണ്ടോ. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ല മുതലാളി, നിങ്ങൾ അല്ലാഹ് ധനം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വണ്ടി ഉപയോഗിച്ചോ, അതിനനുസരിച്ചുള്ള വസ്ത്രം ഉപയോഗിച്ചോ, അതിനനുസരിച്ചുള്ള ആഹാരം കഴിച്ചോ, അതിനനുസരിച്ചുള്ള വീട് വെച്ചോ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ആത്യന്തികമായി പരലോകത്തേക്ക് വേണ്ടി ചെലവഴിക്കാൻ താങ്കൾ തയ്യാറാകണം എന്ന് ആ ജനത അയാളെ ഉപദേശിച്ചപ്പോൾ അയാൾ കൊടുത്ത മറുപടി എന്താണ്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ നിന്ദി. നിങ്ങൾ ഈ കാര്യത്തിൽ എന്നോട് സംസാരിക്കാൻ ആരാ? പള്ളി കമ്മിറ്റിക്കാർ ഫോൺ ചെയ്തു, നമ്മുടെ പള്ളിക്ക് വേണ്ടി കുറച്ച് പ്രശ്നമുണ്ട്, സാമ്പത്തികമായി സഹായിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഞാനുണ്ടാക്കിയ പൈസയിൽ ഇപ്പോൾ അവർ സെക്രട്ടറി ചോദിക്കാൻ, മൊയ്ലിയർ ഇപ്പം എൻ്റെ സ്വത്തിന് കണ്ണും വെച്ച് ചോദിക്കാൻ എന്താ മൊയ്ലിയർക്ക് അധികാരം? ഇത് ഖാറൂൻ്റെ വാദമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അവർ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്തിനാണ് അത്ര വലിയ വണ്ടി മേടിച്ചു എന്ന് അവർ പറഞ്ഞില്ല. എന്തിനാണ് അത്ര വലിയ വീട് എന്നാ നാട്ടുകാർ ചോദിച്ചില്ല. ഏയ് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. നിങ്ങൾ നസീബുള്ള ആളാ ദുനിയാവിൽ, ആയിക്കോട്ടെ, അത് നിങ്ങൾ അവഗണിക്കണ്ട, അതിനനുസരിച്ച് ജീവിച്ചോളൂ എന്നാ പറഞ്ഞത്. എന്നിട്ടും അയാൾ പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ നിന്ദി, ഇതെന്റെ യോഗ്യത കൊണ്ടും അറിവ് കൊണ്ടും ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതാണ്. ഇതവിടെ പ്രശ്നം. അതോടുകൂടി അയാൾ അഹങ്കാരിയായി. എൻ്റെ റബ്ബ് എനിക്ക് തന്നത് എന്ന കൺസെപ്റ്റ് വിട്ട്, എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചത് എന്ന വിശ്വാസം വിട്ട്, എൻ്റെ യോഗ്യത കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ ഉദ്യോഗം കൊണ്ട്, എൻ്റെ സ്ഥാനം കൊണ്ട്, എൻ്റെ പദവി കൊണ്ട്, എൻ്റെ പവർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് സമ്പാദിച്ചതെന്ന ധാരണ ഉണ്ടോ? തീർന്നു മക്കളെ, തീർന്നു. ആരായാലും തീർന്നു. ഹജ്ജ് ചെയ്ത ഹാജിയായാലും തീർന്നു,
റാങ്കോടെ പാസ്സായ മുത്തവ്വല് വലിയ സനത് വാങ്ങിയ ആലിമായാലും തീർന്നു. അയാൾ ഖാറൂന്റെ അടുത്ത അനുയായിയാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതിൽ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? ഞാൻ വിട്ടുതരൂല എന്നയാൾ അഹങ്കാരം പറയുകയും ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, സ്വന്തം ജനതയിലേക്ക്, ഇസ്രായേലിലേക്ക് അയാൾ പ്രൗഢിയോടെ പകിട്ടോടെ ഇറങ്ങി വന്നു. പൊട്ടും പുടവയും അണിഞ്ഞ്, തങ്കത്തരിവളകളണിഞ്ഞ്, മേത്തരം വാഹനപ്പുറത്തേറി പരിചാര വൃന്ദത്തിനൊപ്പം അയാൾ തന്റെ ജനതയിലേക്കൊരു പുറപ്പെടലാണ്. അള്ളാഹു പറയാൻ ഫഖറജ ഫീ സീനതിഹി, അയാൾ എല്ലാ ഭംഗിയും പ്രകടിപ്പിച്ചുകൊണ്ട് സ്വജനതയിലേക്ക് അയാൾ ഇറങ്ങി വന്നു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഈ വരവ് കണ്ടപ്പോൾ ദുന്യാവിന്റെ മക്കൾ പറഞ്ഞു, യാ ലൈതലന മിസ്ലമാ ഊതിയ ഖാറൂൻ, പടച്ചോനെ അയാൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാട്ടിലെ വലിയൊരു മുതലാളി നല്ലൊരു വാഹനത്തിൽ ആ പ്രൗഢിയിൽ വരുമ്പോൾ അതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഇത് ദുന്യാവിൻ്റെ മക്കളെ സ്വഭാവമാണെന്നല്ല, നമ്മളിലേക്ക് ചേർത്തി വായിക്കണ ഈ ആയത്ത്. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, അല്ലാഹുവിനെ പരിചയമില്ലാത്ത, പരലോക ജീവിതത്തിൽ വിശ്വാസമുറക്കാത്ത ദുന്യാവിന്റെ മക്കൾ പറഞ്ഞു, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂൻ ഉണ്ടായതുപോലെ നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ജ്ഞാനികൾ പറഞ്ഞു, വൈലക്കും, എന്തടാ നിങ്ങൾ ഈ പറയണേ, നിങ്ങൾക്ക് നാശം, ഒന്നും അല്ലടോ, അള്ളാഹുവിങ്കലുള്ള സവാബ് പ്രതിഫലമാണടോ, എന്നെന്നും നിലനിൽക്കുന്നതും ഇതിനേക്കാൾ മൂല്യമുള്ളതും ഇത് മൊത്തവും ഇതിനപ്പുറം ലോകത്ത് കാണുന്ന സർവസമ്പത്തും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഒരു കൊതുകിന്റെ ഒരു ചിറകിനോളം വിലയില്ലടോ. എന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ? ഇതൊക്കെ ശ്വാസം നിലച്ചാ തീർന്നില്ലടോ, ഇത് അള്ളാഹുവിങ്കലുള്ള പ്രതിഫലമാണ് ഇതിനേക്കാൾ ഹൈറായത്, നിങ്ങൾ അബദ്ധം പറയരുത് എന്നവർ തിരുത്തിനാ ഖുർആൻ പറയുന്നു. അവസാനം ഈ ധിക്കാരം ഖാറൂൻ മുതലാളിയെ എവിടെ എത്തിച്ചു എന്നറിയാം നിങ്ങൾക്ക്? എവിടെ എത്തിച്ചു? ഇസ്രായേലിലെ ഒരു പിഴച്ച പെണ്ണിനെ ഇയാൾ കൂട്ടുപിടിച്ചു. വഴിതെറ്റിയ ഒരു സ്ത്രീയെ ഇയാൾ കൂട്ടുപിടിച്ചു. അയാളെ വിളിച്ചു വരുത്തി ആ പെണ്ണിനെ. എന്നിട്ട് ഖാറൂൻ മുതലാളി നല്ലൊരു ഗിഫ്റ്റ് കൊടുത്ത്, ഒരു കനുള്ള കിഴി കൊടുത്ത്, എന്തേ പ്രഭു എന്നെ വിളിപ്പിച്ച് ഈ സമ്മാനം തന്നെ? ഒന്നിനുമല്ല, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്താണ് ഞാൻ അങ്ങയെ സഹായിക്കേണ്ടത്? അവൾ ചോദിച്ചു. ഖാറൂൻ മുതലാളി പറഞ്ഞു, മൂസ ഇസ്രായേലിയരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തൗറാത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബൈബിൾ പഴയ നിയമം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ അവിടെ കയറി ചെല്ലണം. എന്നിട്ട് മൂസായുടെ മുഖത്ത് നോക്കി പറയണം, താങ്കൾ വലിയ സുവിശേഷ പ്രഭാഷകനൊന്നും ആകണ്ട, വലിയ ആളൊന്നും ആകണ്ട, താങ്കൾ എന്നെ പീഡിപ്പിച്ച ആളാന്ന് അവിടെ വെച്ച് പറയണം എനിക്ക് വേണ്ടിയും. ഇതിപ്പോ ഇന്ന് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, പൈസ അധികാരം വെച്ചിട്ട് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇന്നെന്നപ്പോൾ ഒരു MLA വാർത്തയാണ് മൊത്തം വരുന്നത്, ഉള്ളതോ ഇല്ലാത്തതോ അള്ളാഹ്ക്കറിയാം. ഇതും കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെന്നാ പറയപ്പെടുന്നത്. ഞാൻ ആരും ന്യായീകരിക്കൊന്നല്ല കേട്ടോ, വസ്തുത പറയാം. കൊല്ലങ്ങൾക്ക്, ഇയാൾ MLA ആകുന്നതിൻ്റെ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കേസാന്നാ പറയുന്നത്. എന്നിട്ട് ഇത് ഇഷ്യൂ ആയിട്ട് 3 മാസമായി. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ പൊട്ടുക ബോംബ്. ഞാൻ ആരും ന്യായീകരിക്കില്ല. ഈ സംഭവം ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതിനും അതിനൊക്കെ ഒരു മര്യാദ ഉണ്ട്. കുറ്റവാളിയോട് ചെയ്യേണ്ട ഒരു മര്യാദ അതുമുണ്ട്. ഇതിനെ നമ്മളെ കാക്കാമാരും തൊപ്പിട്ട മൊയ്ലിയന്മാരും ഇതിന്റെ പിന്നാലെ. ഇതിപ്പോ ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, ഈ ആരോപണം ഉന്നയിച്ചാൽ, നമ്മളതിന് കൃത്യമായ തെളിവില്ലാതെ ഉന്നയിച്ചാൽ, ഇസ്ലാമിക കോടതിയിൽ നിന്ന് 80 അടി എനിക്കും നിങ്ങൾക്കും കിട്ടും. അതാണ് ഖദ്ഫ് എന്ന് പറഞ്ഞ സാധനം. ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, ഇത് പറഞ്ഞ 80 അടി കൊള്ളാൻ മാത്രം വലിയ കുറ്റവാളിയാന്ന ഈ പറച്ചിലെന്നാ ദീനാണ് ഈ പറയണത്. എളുപ്പമുള്ള പണിയാണ് തകർക്കാൻ.
ഒരു ഉയർന്നു നിൽക്കുന്ന ഒരാളെ തകർക്കാൻ ഈ വിഷയം അന്നേ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ട്. ഇവളത് ഏറ്റെടുത്തു. വലിയ കിഴി കിട്ടിയതല്ലേ. നേരെ കാറൂന്റെ നിർദ്ദേശപ്രകാരം ഈ പെണ്ണ്, തെമ്മാടിയായ പെണ്ണ്, മൂസ അലൈഹിസ്സലാം ഇസ്രായേലിയരോട് പ്രസംഗിക്കുന്ന സമയം നോക്കി. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ എണീറ്റ് നിന്ന് എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ എന്നെ പെട്ടെന്നൊന്നുണ്ട് ബ്രേക്ക് ഇടിക്കാലോ. അങ്ങനെയുള്ള ഇതിന്റെ കിടപ്പ് അങ്ങനെയുള്ളോ. ഒറ്റക്കെന്ന് പറയും പോലെ, ഫേസ്ബുക്കിൽ എഴുതുന്നത് പോലെ, വാട്സാപ്പിൽ പ്രചരിപ്പിക്കും പോലെ ആവില്ലല്ലോ അത്. ഇവള് തക്കം നോക്കി ഇന്നു തൗറാത്ത് ഉദ്ധരിച്ചുകൊണ്ട് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുക അവളിന് കയറി വന്നു. നിങ്ങളെ വലിയ വഴലൊക്കെ നിർത്തിക്കോ, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം പകച്ചില്ല, പരിഭ്രമിച്ചില്ല. അത് അള്ളാന്റെ നബിയാണ്, റസൂലാണ്. ഉടനെ തന്നെ ആ പ്രസംഗം നിർത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അവളെ മുന്നിൽ ചെന്നിട്ട് രൂക്ഷമായി അവളെ നോക്കിയിട്ട് അവളോട് പറഞ്ഞു, ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊന്ന നാഥൻ, ഫറോവയിൽ നിന്നും അവന്റെ ക്രൂരന്മാരായ പട്ടാളത്തിൽ നിന്നും ഇസ്രായേലി മക്കളെ രക്ഷിച്ച നാഥൻ അല്ലാഹു, അവനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തെ പടച്ചുപൊറ്റിക്കൊണ്ടിരിക്കുന്ന ഏക ഇലാഹായ അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാ എനിക്കെതിരെ അപവാദം പറയുന്നത്? ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ കണ്ടിട്ടില്ല, എനിക്ക് നിന്നെ പരിചയമില്ല. അങ്ങനത്തെ നീ എനിക്കെതിരെ എന്തിനാണ് ഈ അപവാദം പറഞ്ഞത്? ഒറ്റ ചോദ്യമാണ്. അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അള്ളാഹു അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചു, അങ്ങനെ ഒന്നും ചെയ്യരുതേ. കാറൂൻ മുതലാളി എനിക്ക് വലിയ സമ്മാനത്തിൻ്റെ കൂമ്പാരം തന്ന് ഇങ്ങനെ പറയാൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ നിസ്സഹായയാണ്, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം, ശിക്ഷിക്കരുത്. നടി പീഡിപ്പിക്കപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ ചൂടുള്ള വേറൊരു വാർത്ത. അതിൽ ആ പീഡനത്തിന് നേതൃത്വം നൽകിയ കൊട്ടേഷന് പണം വാങ്ങിയ ആൾക്കാർ ആ നടിയോട് പറഞ്ഞു, സോറി, ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ പൈസ വാങ്ങി പെട്ടുപോയത്, അവിടെ ഒന്ന് സഹകരിക്കണം, മുണ്ടൊക്കെ വിരിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ. സത്യത്തിൽ നിങ്ങളോട് നമുക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പണി ചെയ്തത് എന്നാ വാർത്ത വരുന്നത്. ഇതുപോലെ ഈ പെണ്ണ് മൂസാ നബിയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഉത്തരം മുട്ടിയിട്ട് അവൾ സത്യം അങ്ങോട്ട് പറഞ്ഞു. നുണ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാറൂൻ മുതലാളി പൈസ ഏൽപ്പിച്ചു, ആ പൈസ പറ്റിപ്പോയി. അത് കൈപ്പറ്റിയ കാരണത്താൽ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം. فعند ذلك خر موسى عليه السلام لله ساجدا. ഉടനെ തന്നെ മൂസ അലൈഹിസ്സലാം സ്ഥലത്ത് വെച്ച് തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണ്, ഇവനെ നീ കൈകാര്യം ചെയ്യണമല്ലാ, ഇവൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, പണക്കൊഴുപ്പ് കൊണ്ട് ധിക്കാരം നിരന്തരം കാണിക്കുന്ന ദുഷ്ടനാണ്. അതൊക്കെ ഞാൻ വിട്ടു. ഇപ്പോൾ എന്നെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് നിന്റെ റസൂലായ എന്നെ കരിവാരി തേച്ച് സത്യദീനിനെ ഇകഴ്ത്താൻ അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ നീ കൈകാര്യം ചെയ്യണമല്ലാ. സുജൂദിൽ കടന്നിട്ടൊരു ദുആ, 3 നിലക്ക് ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. 1 നബിയുല്ലാഹി, ഒരു നബിയുടെ ദുആ. 2 സുജൂദിൽ കടന്നിട്ടുള്ള ദുആ. 3 മദ്ലൂമിന്റെ ദുആ. അക്രമത്തിനിരയായ മനുഷ്യൻ അള്ളാഹിനോടാണ് പറഞ്ഞാൽ അവിടെ മറല്ല, അപ്പം അള്ളാഹ് കേൾക്കുന്ന. അകാരണമായി എന്നൊരാൾ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവത്തിൽ ഞാൻ പെട്ട് പിടയുമ്പോൾ വേദനയോടെ ഞാൻ റബ്ബിനോട് പറഞ്ഞാൽ, ഇങ്ങനെ ഈ 3 നിലക്കും ഇജാബത്തുള്ള ദുആ. ഉടനെ അള്ളാഹു ഔഹാ ഇലാ മൂസ ഇന്നി ഖദ് അമർത്തുൽ അർള അൻ തുതീഅക ഫീഹി. മൂസ പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നല്ല പറഞ്ഞത്. എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി അതുമല്ല ചോദിച്ചത്. എന്താ പറഞ്ഞത്? ഇന്നി ഖദ് അമർത്തുൽ അർള അൻ തുതീഅക ഫീഹി. കാറൂനിന്റെ കാര്യത്തിൽ എന്താണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതിന് വഴിപ്പെടാൻ ഞാൻ ഭൂമിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഭൂമിനോട് നിങ്ങൾ എന്തു പറഞ്ഞാലും ഇപ്പൊ ഭൂമി കേൾക്കും. ഞാൻ എന്താ ഭൂമിനോട് പറഞ്ഞത്? മൂസ എന്താണോ പറയുന്നത് അനുസരിച്ചേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യമുള്ളത് പറഞ്ഞോ. ഉടൻ ആ ഭൂമിയോട് പറഞ്ഞു, ഇവനാണ് വിഴുങ്ങിയേക്ക്, ഇവനെ മൊത്തം അങ്ങോട്ട് വിഴുങ്ങിയേക്ക്. فخسفنا به وبداره الأرض. അവനെയും അവന്റെ അമ്പരചുംബിയായ കൊട്ടാര സമാനമായ ഭവനത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഭൂമി അത് മൊത്തം പിടിച്ചങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികാരം കൊണ്ട് ഗർവ് നടിക്കുന്നവർ,
പണക്കൊഴുപ്പ് കൊണ്ട് അഹന്ത നടിക്കുന്നവർ ശ്രദ്ധിക്കുക. അവർക്ക് ഇരട്ട പ്രഹരമാണ് വരുന്നത്. ദുനിയാവിൽ ലഅനത്തും പരലോകത്ത് നിമ്മിർക്കൊപ്പമുള്ള നരകപ്രവേശനവുമാണ്. ഇതൊരു ഹദീസല്ല, ഒരു മൊല്ലാക്കയുടെ ഉദ്ധരണിയല്ല, ഒരു ഇമാമിന്റെ ആപ്തവാക്യവുമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പച്ചക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ പവിത്രമായ സൂക്തങ്ങളുടെ വിവർത്തനമാണ്. ആ സൂക്തങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മേഖലയിൽ അഹങ്കരിച്ചാൽ, എനിക്കുള്ള അധികാരം വെച്ച് ഞാൻ അഹങ്കാരവും അക്രമത്തിനും തുനിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്കുള്ള സ്വാധീനം വെച്ച് നിങ്ങൾ അഹങ്കരിച്ചാൽ പതനം ഉറപ്പാണ്, നാശം ഉറപ്പാണ്. കരുതിയിരിക്കുക, ജാഗരൂകരാവുക. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഖുർആനിൽ നിന്ന് നമ്മൾ പറഞ്ഞത് അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, നാശങ്ങൾ, ഭൗതിക നാശങ്ങൾ, ആത്മീയ നാശങ്ങൾ. ഗതകാല സമൂഹങ്ങളിൽ അഹങ്കാരികൾ വന്നു, അവരെന്തൊക്കെ കാട്ടിക്കൂട്ടി, അവസാനം അവരെന്തായി എന്ന ഗുണപാഠം ഖുർആനിൽ നിന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യത്തിൽ തന്ന ഉപദേശങ്ങൾ നമുക്ക് നോക്കാം. തുടർന്ന് അതിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.